ഹലോ ഗൈസ്, ബ്രിട്ടീഷ് മലബാരീസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൊറെ കൗൺസിലിൽ കീത്ത് എന്ന് പറഞ്ഞൊരു പ്ലേസിലോട്ടേക്കാണ്. അപ്പോൾ കീത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലോട്ട് ഓഫ് ഡിസ്റ്റിലറീസ് ഉണ്ട്. ഡിസ്റ്റിലറീസ് പറഞ്ഞാൽ നമ്മുടെ സ്കോട്ട്ലാൻഡ് ഓൾറെഡി ഫേമസ് ആണല്ലോ സ്കോട്ടിഷ് വിസ്കീസിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്കോട്ടിഷ് വിസ്കീസിൻ്റെ ഇവിടെ നമ്മളൊരു ട്രയലിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്ട്രാറ്റ്സില ഡിസ്റ്റിലറിയിലാണ്. സ്ട്രാറ്റ്സിലേൻ്റെ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ശിവാശ്രീകൾ. അതെ, അപ്പോൾ സ്ട്രാറ്റ്സില ഡിസ്റ്റിലറിയിലത്തെ ഹോം ഓഫ് ശിവാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കീത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കീത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്നത് ഇപ്പോൾ ബസ് വഴിയാണെങ്കിൽ നമുക്ക് സ്റ്റേജ് കോച്ച് തന്നെ ഒരു ബസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ റീജൻറ്റ് സ്ക്വയറിൽ വന്ന് നിൽക്കും. പിന്നെ M9 എന്നൊരു ബസ് ഉണ്ട്. M9 എന്നൊരു ബസ് ഉണ്ട്, M കണക്ട്, സോറി. അപ്പോൾ ആ ഒരു ബസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലോങ്മോർ കമ്മ്യൂണിറ്റി ഹാളിൽ വന്ന് നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഒരു വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ ഹോം ഓഫ് ശിവാസ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അബർദീന്നോ ഇൻവേർണോസിനോ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കീത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ട്രെയിൻ സ്റ്റേഷൻ. അതും വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്, ഭയങ്കര അടുത്താണ്, ഒരു 5 മിനിറ്റ്സ് വോക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോം ഓഫ് ശിവാസിൻ്റെ ഒരു ഫാക്ടറി ടൂർ അല്ലെങ്കിൽ ഡിസ്റ്റിലറി ടൂർ പ്ലസ് നമുക്കൊരു ടേസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് വിസ്കി ടേസ്റ്റിംഗ്, അവരുടെ 12 ഇയേഴ്സിൻ്റെതും 16 ഇയേഴ്സിൻ്റെയും ഏജഡ് ആയിട്ടുള്ള വിസ്കീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും, സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഹോം ഓഫ് ശിവാസിൻ്റെ ടൂറിലോട്ടേക്ക് നിങ്ങളെല്ലാവരും കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ശിവാസ് റീഗലിൻ്റെ പുറമേ നിന്ന് കാണുന്ന ഒരു ഔട്ട്സൈഡ് വ്യൂ. ഈ ഡിസ്റ്റിലറി മെയിനായിട്ട് ഫേമസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഒരു എന്താ പറയുക, അട്രാക്റ്റീവ് ലുക്കാണിത്. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ ഈ സ്ട്രാറ്റ്സില ഡിസ്റ്റിലറി 1786 ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയത്. അപ്പോൾ ഇതിന് കുറേ സിസ്റ്റർ ബ്രാഞ്ചസ് ഉണ്ട്, അതായത് ഗ്ലെൻ കീത്ത് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഹൗസ് ഓഫ് ശിവാസിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്, ഹൈലാൻഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറി ടൂർ, അത് ഡിസ്റ്റിലറി ടൂറിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെയായിട്ട് നമ്മുടെ ശിവാശ്രീകളുടെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ കാറിൽ വരികയാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോവാം. നല്ല ബെഞ്ചസൊക്കെ ഉണ്ട്. ഇവിടെ ആയിരിക്കും മിക്കവാറും വിസ്കി ടേസ്റ്റിങ്ങിന് ഇരുന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. ഇതെന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ബാർലി. പിന്നെ നമ്മൾ സ്ട്രാറ്റ്സിലയിൽ വാട്ടർ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് വാട്ടറാണ്, അതായത് മൗണ്ടനിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് സോഴ്സ് ഓഫ് വാട്ടറും പിന്നെ ഈസ്റ്റും. ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് വിസ്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പ്രോസസ്സ്. ഇതാണ് ആദ്യം വരുന്നത് ഫെർമെൻറ്റേഷനാണ്. നമ്മൾ നേരത്തെ കണ്ട ബാർലിയും സ്പ്രിംഗ് വാട്ടർ, അതായത് സാധാരണ വാട്ടറിൽ മൗണ്ടൻ, ഇവരിൻ്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈസ്റ്റിൽ നിന്ന് ഇവർ ആ പ്രോസസ്സ് ചെയ്തിട്ട് വാഷ് ചെയ്യും. ആ വാഷ് എന്ന് പറയുന്നത് 8% ബിയറാണ്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബിയറായി ഉണ്ടാക്കാം, വിസ്കിയും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടുന്ന് അടുത്ത പ്രോസസ്സിലോട്ടേക്കാണ് ആ വാഷ് ഡിസ്റ്റിലൈസേഷൻ ചെയ്യും ഡിസ്റ്റിലറിയിൽ നിന്ന്. അവിടെ നിന്ന് ഈ കിട്ടുന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആ ക്ലിയർ സ്പിരിറ്റാണ് നമ്മൾ വുഡൻ ബാരലിലോട്ടേക്ക് സ്റ്റോർ ചെയ്യുക. ഈ മെച്ചുറേഷൻ പ്രോസസ്സ് എന്ന് പറയും. ഈ മെച്ചുറേഷൻ പ്രോസസ്സ് തന്നെ ഇവിടെയാണ് നമുക്ക് ഏജിങ് നടക്കുക. നമുക്ക് 15 ഇയേഴ്സ്, 16 ഇയേഴ്സ്, 14 ഇയേഴ്സ് അങ്ങനെ നമുക്ക് എത്ര കൂടുന്തോറും ആ വിസ്കീൻ്റെ ആ കോൺസെൻട്രേഷനും ആൽക്കഹോൾ കണ്ടൻറ്റും കുറച്ചും കൂടി കൂടും. അപ്പോൾ ഇവിടുന്ന് ഈ സിംഗിൾ മോൾട്ട് ആണ് നമ്മുടെ സ്ട്രാറ്റിലേൻ്റെ മെയിൻ സിംഗിൾ മോൾട്ട് വിസ്കി. ഈ സ്ട്രാറ്റില ഒന്നില്ലെങ്കിൽ ആ സിംഗിൾ മോൾട്ടായിട്ട് വിൽക്കും, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഷുഗറോ അല്ലെങ്കിൽ വീറ്റോ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട്, അതായത് ഈ പ്രോസസ്സ് ബ്ലെൻഡിങ് പ്രോസസ്സ് ഇവിടെ നിന്നാണ്. ആ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ശിവാസ് റീഗൽ അല്ലെങ്കിൽ നമ്മുടെ റോയൽസ് സെല്ലൂർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സിംഗിൾ മോൾട്ട് വിസ്കി. നമ്മൾ ഡിസ്റ്റിലൈസേഷൻ കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് വരുന്നത് സിംഗിൾ മോൾട്ട് വിസ്കി. ഇത് ഡയറക്റ്റായിട്ടും സെല്ല് ചെയ്യും, ഏജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവർ അത് ബ്ലെൻഡ് ചെയ്തിട്ട് വീറ്റും ഷുഗറും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് ശിവാസ് റീഗൽ അല്ലെങ്കിൽ റോയൽ സെല്ലൂർ. നമ്മുടെ വിസ്കി കോമ്പറ്റീഷന് ഇവിടെ ഇവർ പ്രൈസ് അടിച്ചതാണിത്, ട്രോഫി സെലിബ്രേറ്റിംഗ് ഇന്നോവേഷൻ ആൻഡ് ആക്ഷൻ ഇതല്ല. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബാർലിയും ഈസ്റ്റും ഡിസ്റ്റിൽഡ് വാട്ടറും വെച്ചിട്ടാണ് നമ്മൾ മാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മാഷ് ഉണ്ടാക്കിയ ഒരു ഹൗസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇതാണ് മാഷ് ഹൗസ്. മാഷ് ഹൗസിലുള്ളത് ഇവർ സ്ട്രാത്തിലേൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വുഡൻ ബാരലിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ വുഡൻ ബാരലിൽ ആക്കുമ്പോൾ നമുക്കിവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് നേരത്തെ കാണിച്ചു തരാം. സോറി, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് മാഷ് ഉണ്ടാവുന്നത്. അവിടെ കാണുന്ന ഡിസ്റ്റിലറി ഉണ്ടല്ലോ, അതാണ് ഗ്ലെൻ കീത്ത് എന്ന് പറയുന്നത്. അവിടെ നിന്ന് സ്റ്റീം വരും, സ്റ്റീം വന്നിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഡിസ്റ്റിലറീനെ യൂസ് ചെയ്യുന്ന വേണ്ടി സ്റ്റീം ആ ഗ്ലെൻ കീത്ത് നിന്ന് വരുന്ന ഈ പൈപ്പ് ലൈനിലോട്ട്. അപ്പോൾ നമ്മൾ ഇതാണ് കണ്ടത്. ഇവിടെ നമ്മുടെ ഡിസ്റ്റിലേഷൻ നടക്കും. അതിൽ നിന്ന് വരുന്ന ആ ക്ലിയർ സ്പിരിറ്റ് നേരെ ഈ ഇത് കൂടെ പോയിട്ട് വീണ്ടും ഗ്ലെൻ കീത്തിലോട്ട് പോകും. ആ ഒരു ഡിസ്റ്റിലറി കണ്ടില്ലേ, ആ ഒരു ഹൗസ് ആ ഗ്ലെൻ കീത്തിൽ പോയിട്ടാണ് അവിടെ വുഡൻ ബാരലിൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് വിസ്കി സ്റ്റോർ ചെയ്യുന്ന ബാരൽസിലോട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ മാഷ് വർക്ക് ഉണ്ടാക്കുന്ന കണ്ടു, ആ മാഷിൽ നിന്ന് ഡിസ്റ്റിലൈസേഷൻ കണ്ടു. ആ ഡിസ്റ്റിലൈസേഷനിൽ വരുന്ന ക്ലിയർ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റാണ് ഈ വുഡൻ ബാരലിൽ വെക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വുഡൻ ബാരലിൽ വെക്കുന്ന സ്റ്റോർ ഹൗസാണത് മെച്ചുറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വുഡൻ ബാരൽസ് ഉണ്ടാവുക. ഇത് അവർ ഒരു ബാരലിൽ 200 ലിറ്ററാണ് കപ്പാസിറ്റി, അതായത് 200 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി. ഈ ബാരലിൽ ലോഡ് ചെയ്തതിന് ശേഷം ഇത് വുഡൻ ബാരൽ തന്നെ ആയിരിക്കണം, എന്നാൽ ആ ഒരു മെച്ചുറേഷനും ആ ഒരു വിസ്കിൻ്റെ ടേസ്റ്റും പ്രോപ്പറായിട്ട് വരില്ല. അപ്പോൾ ഇവരിൻ്റെ ആ ഒരു ട്രേഡ് മാർക്കായ ടേസ്റ്റും ആ ബ്ലെൻഡ്നെസ്സും എല്ലാം ഈ വുഡൻ ബാരലാണ് മെയിനായിട്ട്. പിന്നെ ഇവർ ഭയങ്കര പ്രിസൈസാണ്, അതായത് ഇവരിൻ്റെ വുഡൻ ബാരൽ ഇവർ മെഷീനിൽ വെച്ച് തന്നെ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. ഇവർ മാനുവലി ഇത് എടുത്തിട്ട് നമ്മുടെ കാണുന്ന ബാക്കിലോട്ടേക്ക് ഇതേ രീതിയിൽ ലോഡ് ചെയ്യും. അതായത് 3 റോസാണ് ഉണ്ടാവുക, 3 റോസിലോട്ടേക്കാണ് ഇങ്ങനെ ലോഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിൽ ഓരോരോ ബാച്ച് വൈസും എഴുതിയിട്ടുണ്ടാവും ഏത് ബാച്ചിലാണെന്നുള്ളത്. നമുക്കിവിടെ കാണാം സ്ട്രാറ്റസില ഡിസ്റ്റിലറി, അതാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡിസ്റ്റിലറി, സ്ട്രാറ്റസില ഡിസ്റ്റിലറി. ഇത് ഓൺ ചെയ്യുന്നത് ഷിവാസ് ബ്രദേഴ്സാണ്, 2 ബ്രദേഴ്സാണ്. അപ്പോൾ ഈ ബാരലിൽ വെച്ചിരിക്കുന്നത് 2023. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാച്ചും ഏത് ഇയറാണ് നമ്മുടെ സ്പിരിറ്റ് ലോഡ് ചെയ്ത് അതെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ ബാരലിൽ ലോഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് മെച്ചുറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഈ മെച്ചുറേഷൻ പ്രോസസ്സിൽ ഇതിൻ്റെ കുറച്ച് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് കഴിയും. അതുകൂടാതെ 1 to 2% ഓഫ് കോൺസെൻട്രേഷനും ഇത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ബാക്കിയെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് നമുക്ക് ആ ബാരലിലോട് കാണാൻ പറ്റും. ഇവിടെ ഒരു വോൾട്ട് ഉണ്ട്, അതായത് ഒരു സേഫർ ഉണ്ട്. സേഫറിൻ്റെ ഉള്ളിൽ കുറച്ച് ബാരൽസ് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പ്രീമിയമാണ്, അതായത് ഇവരുടെ ഭയങ്കര പ്രീമിയം എക്സോട്ടിക് ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ ബാച്ചിൽ ആ എഴുതിക്കുന്ന കാണാൻ പറ്റും 1989 ഏജ് ചെയ്ത ബാരലാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വിസ്കി മെച്ചുറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 1990, അതായത് നമ്മുടെ വർഷത്തിൽ ഒരിക്കലും ഈ വിസ്കി ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് ഈ വോൾട്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബാരൽസിലുള്ള വിസ്കീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, 26 ഇയേഴ്സ് ഏജ്ഡ് ആണിത്. ഇതിൻ്റെ ഉള്ളിലുള്ള ബാരൽസ് എല്ലാം ഭയങ്കര പ്രീമിയമും കുറച്ച് കൂടുതൽ കാലം ഏജ്ഡ് ആണ്. അപ്പോൾ അത് ഈസിലി ആക്സസബിൾ അല്ല. വുഡൻ ബാരലിൽ വെക്കാൻ കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും, ഇവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട്. അപ്പോൾ ഈ വിസ്കീൻ്റെ ഉള്ളിൽ, അതായത് ഈ മാഷിൻ്റെയും സ്പിരിറ്റിൻ്റെയും ഈ വുഡിൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ നമ്മുടെ ബാരലിൻ്റെ, അപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് ഈ ഷുഗർ കണ്ടൻറ്റ് വെച്ച് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി സീലാവും. ലീക്ക് വരുന്നത് കണ്ടപ്പോൾ ഓൾറെഡി സീലായിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് വിസ്കി ടേസ്റ്റിങ്ങിൻ്റെ സെക്ഷനിലാണ്, ദ ഫൈനസ്റ്റ് സെക്ഷൻ. ഇതാണ് നമ്മുടെ വിസ്കി ടേസ്റ്റിംഗ്. To drink the alcohol. Inside these little bottles is where we have it labelled with the different drams in front of you. Drams translated to English is basically little glasses of whiskey. Look up here on the wall, you're going to see that we have the European oak, which is a lot more porous, and this is where it has that darker, richer colour looking, and this is where it also in the flavour profile, so it'll be a lot more like raisins, caramel notes coming through. This here is American oak, where it's a lot more vanilla notes coming through and a lot paler in colour, and this is because it is a lot more of a tighter grain oak than it is compared to the European oak. Dram that we're going to be sampling is the left glass in front of you. So the left one
this here is a 15-year-old Strathnyla single malt, and this is where the clear new make spirit has been popped into an American oak barrel, more than likely ex-bourbon. As we all know, we don't have a specific contract with any bourbon company. It can be the likes of Wild Turkey, Jim Beam, Maker's Mark. It's been popped into one of these barrels for 15 years, and as the breed breathes inside one of our cold warehouses, it soaks in and out, capturing that beautiful colour and flavour. And this is where 100% of the colours came from our barrel and up to 80% of the flavour. So to അപ്പോൾ നമ്മൾ ഈ 3 സാമ്പിളാണ് ടേസ്റ്റ് ചെയ്തത് ഇന്ന് സ്റ്റാറ്റ്സില്ലേൻ്റെ അവൻ്റെ മെയിൻ സിംഗിൾ മോൾട്ട് വിസ്കി 15 ഇയേഴ്സ് ഏജ്ഡ്, പിന്നെ ശിവാസ് റീഗൽ എക്സ്ട്രാ അവൻ്റെ ബ്ലെൻഡഡ് ആയിട്ടുള്ള സിംഗിൾ മോൾട്ട് ബ്ലെൻഡ് ചെയ്തതാണ് ശിവാസ് റീഗൽ, പിന്നെ വേറൊരു ബ്ലെൻഡ് ചെയ്തതാണ് റോയൽ സെല്ലു. അപ്പോൾ ഇത് 21 വർഷത്തിൻ്റെയാണ് ഇത്. അപ്പോൾ ഇത് 15 ഇയേഴ്സ്, ഇത് എക്സ്ട്രാ, ഇത് 21 ഇയേഴ്സ്. എനിക്ക് ഇതാണ് ഏറ്റവും സ്മൂത്തായിട്ട് തോന്നുന്നത്. ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഏജിങ്ങിൽ കള്ളുന്ന കാണാം. ആദ്യം നമുക്ക് ഭയങ്കര ക്ലിയർ സ്പിരിറ്റാണ് കിട്ടുക. അത് വുഡൻ ബാരലിൽ ഇരുന്നിട്ട് ആ ഷുഗറും ഏജിങ് കാരണം കൊണ്ട് ഇങ്ങനെ മെച്ചുറേഷൻ ആവും, ഇങ്ങനെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടേക്ക് കൺവേർട്ട് ആവും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് വിസ്കി ഉണ്ടാവുക ഡാർക്കായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രാത്ലേൻ്റെ കണ്ടോ സ്പേസ് സൈഡ് സിംഗിൾ സ്കോച്ച് വിസ്കി 10 ഇയേഴ്സ്, 15 ഇയേഴ്സ്, പിന്നെ ഏജ്ഡ് ഇത് 16 ഇയേഴ്സ് ഓൾഡ്. അതിന് ചെറിയ ഇത് തന്നെ ഉണ്ട്, ചെറിയത്, അതായത് ഏജ് 8 ഇയേഴ്സ് ഓൾഡാണ്. 8 ഇയേഴ്സ്, പിന്നെ 10 ഇയേഴ്സ്, 8 ഇയേഴ്സും 10 ഇയേഴ്സ്, അത് കഴിഞ്ഞ് 16 ഇയേഴ്സ്, പിന്നെ 27 ഇയേഴ്സിൻ്റെ ഉണ്ട്. ഏജ് കൂടുന്തോറും പ്രൈസ് കൂടും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടുന്ന് 65 പൗണ്ട്സ് ആയിരുന്നു, അത് ഇനി 16 ഇയേഴ്സ് ആകുമ്പോൾ 100 പൗണ്ട്സ് ആയി, പിന്നെ 27 ഇയേഴ്സിൻ്റെ ആകുമ്പോൾ 285 എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30,000 റുപ്പീസ് ഉണ്ടാവും ഈ ബോട്ടിൽ. അപ്പോൾ ഇതാണ് ഗൈസ് ഏറ്റവും പഴയ വിസ്കി, അതായത് 1801 ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് 25,000 പൗണ്ട്സ് ആണ്, ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം വരും. പിന്നെ അതിനൊപ്പം ചേർന്നിട്ടുള്ള ഈ വിസ്കീസ് വരുന്നത്, ഇത് നമ്മുടെ നോർമൽ വിസ്കി, പിന്നെ ഇത് ഏജ് 18 ഇയേഴ്സ്, ഇത് നമ്മുടെ 13 ഇയേഴ്സ് ആണ്. 13 ഇയേഴ്സ് 18 ഇയേഴ്സ്. നമ്മുടെ സ്റ്റാറ്റ്സിൻ്റെ ഡിസ്റ്റിലറിൻ്റെ വേറൊരു ബ്രാൻഡാണ് റോയൽ സെല്യൂട്ട്. സെല്യൂട്ടിൻ്റെ പല പ്രീമിയം ക്വാളിറ്റി മിഡ് റേഞ്ചസ് അല്ല, സോറി, ആണ് പ്രീമിയം ക്വാളിറ്റി. ഓൾമോസ്റ്റ് 700 പൗണ്ട്സ് ഉണ്ട്. പിന്നെ അത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 1500 പൗണ്ടാണ്. 1500 പൗണ്ട് മീൻസ് ഓൾമോസ്റ്റ് 2 lakhs അടുപ്പിച്ച് വരും. 2 lakhs 70,000 80,000 30,000 സോറി. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ നമ്മുടെ വിസ്കി ടൂറ്. അപ്പോൾ ഇനിയും അടുത്ത വിസ്കി ട്രയലും വിസ്കി ടൂറും സ്കോട്ട്ലാൻഡ് അടുത്ത കാഴ്ചയും ഇംഗ്ലണ്ടിൻ്റെ അടുത്ത കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.